അതിനല്ലേ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അത് പിന്നെ ജാനു കുട്ടികൾ ഇവിടെ എന്തോ പണിയിപ്പിച്ചിട്ടുണ്ട് അത്രേ. ഓ, ആ ഇച്ചാപ്പിക്കും കൂട്ടിരിക്കും അല്ലേ? അതിനെന്താ ഇത്ര കുഴപ്പം? ഇവിടുത്തെ മാനേജ്മെന്റിന് പൈസ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഒരു പ്രത്യേകത ഇല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഞാനും ഇവിടെ കുറെ പൈസ കൊടുത്തിട്ടുണ്ട് എന്റെ കുട്ടികൾക്ക് നല്ല വില കൊടുക്കാനായിട്ട്. അത് നിനക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ? നിനക്ക് എത്രയാ? എനിക്ക് 2, ജെന്നിയും ജൂലിയും. എന്താ ഇച്ചാപ്പിയോടും കുട്ടികളോടും ഇത്ര ദേഷ്യം? എനിക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അവർ പിന്നെ എന്റെ കുട്ടികളെക്കായും പഠിക്കും. അതാ പിന്നെ എനിക്ക്. അല്ലാതെ അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ബട്ട് എന്നെ ഇവിടുന്ന് നാണം കെടുത്താൻ കാരണക്കാരവരാ. എന്റെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന അവരാ. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് ആരംഭിക്ക എനിക്ക് അവരോടുള്ള പക. അല്ല, നിന്റെ ഏട്ടന്മാരുടെ മക്കളല്ലേ അതിലുള്ള 2 പേര്? ഒരാൾ വലിയേട്ടന്റെയും ഒരാൾ ചെറിയേട്ടന്റെയും. ഒരാൾ കൂടി ഉണ്ടല്ലോ വലുത്, എന്റെ മൂത്ത മകളുടെ പ്രായമുള്ള ദേവു. എനിക്ക് അവളെയും കണ്ടുകൂടാ. എന്റെ ജോലിക്ക് അവളോട് ഭയങ്കര ദേഷ്യ. അതെന്തിനാ? അവളൊക്കെ നന്നായിട്ട് അവള് പഠിക്കുന്നേ. പിന്നെ ഇവളൊന്നും പഠിക്കാൻ സമ്മതിക്കത്തുമില്ല ഈ കുട്ടികള്. അപ്പൊ എന്നോട് മമ്മി ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെ പറഞ്ഞോട്ടെ, സ്കൂളിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് വരാറ്. ഞാൻ ഇല്ലാന്ന് പറയലുണ്ട്. ഇതിപ്പോ കുടുങ്ങിയത് എന്റെ ജെന്നി മോളാലോ. സോറി ഡി, ക്ലാരിയായി പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ ആ കുട്ടികൾക്ക് ഒരു പണി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കതല്ല, സ്കൂളിന്റെ മുന്നിൽ ആകെ നാണം കെട്ടു. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. എന്റെ പ്രശ്നം അത് തന്നെയാ. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. നിനക്കറിയാലോ എന്റെ ഭർത്താവ് ഇവിടുത്തെ കളക്ടറാ. എനിക്കറിയാം. കളക്ടറിന്റെ ഭാര്യ കിട്ടേ വലിയൊരു നാണക്കേട്. അത് ഭയങ്കര കഷ്ടപ്പാടാ. എനിക്കത് തന്നെയാ പ്രശ്നം. ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എന്റെ വീട്ടിൽ അവർ ട്രീറ്റ് ചെയ്യുന്ന വിധം അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര വെറുപ്പാ. ആദ്യ നാളുകളൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്റെ ക്ലാര മോളെ എനിക്കെല്ലാം പറഞ്ഞപ്പോഴാ എനിക്ക് അവരുടെയൊക്കെ സ്വഭാവം മനസ്സിലായത്. ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നീ വീട്ടിൽ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരെ. അതൊക്കെ പിന്നെ ആലോചിക്കാടി. ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് വന്നാ എന്റെ ഏട്ടനത് ഭയങ്കര വിഷമാവും. അതിനെന്താ, ഞങ്ങളടുത്തുള്ള വീട് ഞങ്ങളിപ്പോ വിൽക്കാൻ നിൽക്കാം. നിങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങിച്ചോ. നിങ്ങൾക്ക് അതിന് വലിയ വീട് വാങ്ങിക്കാനുള്ള അവസ്ഥയുണ്ടല്ലോ. തൊട്ടടുത്ത് വീടുകളും ആവും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാടി. എന്തായി മാഡം? ഞാൻ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു. രക്ഷിതാവിന് പരാതിയൊന്നുമില്ല. പിന്നെ എന്തിനാ മാം ഞങ്ങൾ ഈ കോമളവേഷം കെട്ടിച്ചത്? ഇനി നിങ്ങളുടെ കുട്ടികൾ ഇത് ആവർത്തിക്കാതിരിക്കും. അല്ല മാഡം, ഞങ്ങളുടെ കുട്ടികൾക്ക് പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ലേ? അത് നിങ്ങളുടെ മാനേജ്മെന്റിനെ പൈസ കൊടുത്ത് വശീകരിച്ച് വരും. ഞാൻ അറിയാൻ വൈകിപ്പോയി. നോക്കടില്ലേ, പ്രിൻസിപ്പൾ പോലും അറിയാതെ മാനേജ്മെന്റ് കളിച്ചേക്കുന്നേ. ഇനിയെന്താ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത്? ഞങ്ങളെ നാണം കെടുത്തിയതിന് ആ കുട്ടികളെ ഞങ്ങൾ വെറുതെ വിടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനിയും ഈ സ്കൂളിൽ ഈ പരിപാടി നടക്കില്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങളുടെ പ്രിൻസിപ്പൽ സ്ഥാനം ഇന്നത്തോടെ തീർന്നിരിക്കുന്നു. നിങ്ങൾ ഇനി മുതൽ സാധാരണ ഒരു ടീച്ചറാണ്. മാം അത് വേണ്ട. അറിയാലോ എന്റെ പവർ എന്താന്ന്. വരട്ടെ. എന്റെ കുട്ടികളോട് ഇങ്ങോട്ട് വരാൻ പറ. എനിക്ക് അവരോട് സംസാരിക്കണം. ക്ലാര മോളോട്. മമ്മി, നിങ്ങൾ ഏതായാലും ഒരു സംഭവം തന്നെ. ആരുടെ തലയിലാ ഈ ബുദ്ധി ഉദിച്ചത്? വേറെ ആരുടെ മമ്മി? നമ്മുടെ ക്ലാരയുടെ തലയിൽ തന്നെ. കണ്ടോടി, നമ്മൾ ചെറുപ്പത്തിൽ നടന്ന പോലെ അവർ 2 പേര് കൈപിടിച്ച് നടക്കുന്നത്. അതെ, നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ ഏട്ടത്തി കുഞ്ഞായിരുന്നു. എന്റെ ഏട്ടത്തി ഏട്ടനും പ്രേമാണെന്ന് അറിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ. അന്ന് നമ്മൾ ഇവരെ പോലെ തന്നെ അവരുമായി വഴക്കായിരുന്നു. ഇനി ഇവരവരുടെ മക്കളുമായി വഴക്ക്. പക്ഷെ പിന്നീട് ഞാൻ വീട്ടിൽ നല്ല ഫ്രണ്ട്സ് ആയി. അതുപോലെ ഇവരും ആവുമോ? ഇല്ലടി, ഇവർ നമ്മളെ പോലെ മണ്ടിമാരല്ല. അതെ, ഞങ്ങൾ മമ്മിമാരെ പോലെ പിന്നെ പോയി വേണ്ടതൊന്നുമില്ല. ഞങ്ങൾ എന്ന് വഴക്കാം. ജൂലി ഇവിടെ. മമ്മിക്ക് അറിയാലോ, ആ ദേവി ചേച്ചിനെ വെട്ടിക്കാൻ വേണ്ടി ജൂലി ഭയങ്കര പഠിത്താ. എത്ര നേരം പഠിക്കാൻ തുടങ്ങിയിട്ടുന്നറിയോ? ദേവി ചേച്ചിനൊക്കെ മാർക്ക് എടുക്കാനാ വാശിയാ. എന്താണ് ചേച്ചി, ഞങ്ങളെപ്പോലെ വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കുന്നില്ല. നേരെ വാ, നേരെ പോ. അതാണ് എന്റെ ചേച്ചി. എന്റെ ചേച്ചിക്ക് മമ്മിയെ പേടിയായതുകൊണ്ടോ ഒന്നും ചെയ്യാത്തെ. നിനക്ക് പിന്നെ മമ്മിയെ പേടിയൊന്നും ഇല്ലല്ലോ. എന്നിട്ടെന്താ, മമ്മി എന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. ബട്ട് ഈ ബുദ്ധി മുഴുവൻ ക്ലാരയുടെ തലയിൽ വന്നാട്ടോ. നിന്നെ ക്രെഡിറ്റ് മയോ അവക്കിരിക്കട്ടെ. ഞാൻ എപ്പോഴും ആലോചിക്കും ഇവൾ എന്റെ മകൾ തന്നെയാണോന്ന്. ക്ലാര, നീ എന്നെ ഓരോ നിമിഷം അമ്പരിപ്പിച്ചോണ്ടിരിക്കുക. മമ്മിയുടെ മോക്കെ കുറച്ച് ബുദ്ധി കൂടി പോയില്ലേ? എന്ത് ചെയ്യാനെന്നേ. എന്നിട്ട് ഇനി എന്താ പ്ലാൻ? ഇനി എന്താപ്പോ അടുത്ത പണി അങ്ങ് പ്ലാൻ ചെയ്യണം. വേറെന്ത് പണിയാ? ഇനി പണി ആലോചിക്കുമ്പോ ഞങ്ങളെ പാരന്റ്സിനോട് കൂടി പറയണം. അല്ലെങ്കിലുണ്ടല്ലോ ഇതുപോലൊക്കെ ചീറ്റിപ്പോവും. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും റെഡിയാ. ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ട്. നിങ്ങള് ഞങ്ങളോട് ചോദിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി. ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാത്തിനും കാണും കേട്ടോ. താങ്ക് യു മൈ ഡിയർ മോം. ഇന്ന് മമ്മി ക്ലാരയുടെ മമ്മിയുടെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയോ? ഞാൻ സ്ഥിരമായി നമ്മുടെ വീടിന്റെ അടുത്തുള്ള വില്ല വാങ്ങാൻ പറഞ്ഞതാ. അവർ കേൾക്കുന്നില്ലെന്നേ. എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾക്ക് സൽക്കാരം. അതിനെന്താ, വരാലോ. എന്നാ വാ, നേരെ പോരും. മമ്മി, ഇവരുമായിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ലൈഫ് ലോങ് നീണ്ടണം. എനിക്ക് ക്ലാരിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവളെ എന്റെ വൈബിനത്തെ ആളാ. കുറച്ച് മനസാക്ഷി കുറവുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് മനസാക്ഷി കൂടുതലാ. അപ്പൊ എന്റെ മോക്ക് ദൈവം കുറവായി കൊടുത്തു. അതങ്ങനെ തന്നെയാ. നമുക്കില്ലാത്ത പലതും നമ്മുടെ മക്കൾക്ക് ദൈവം കാര്യം ഞങ്ങൾ കൊടുക്കും. മമ്മി, ഇത് സ്റ്റാഫ് റൂമാ, കുശലം പറയാനുള്ള റൂമല്ല. വാ, നമുക്ക് വീട്ടിൽ പോവാം. അതൊരു എക്സാം ഒക്കെ കഴിഞ്ഞോടി. അതൊക്കെ കഴിഞ്ഞില്ലേ? മമ്മി എവിടെയായിരുന്നു?
എന്തായാലും നമ്മളെല്ലാവരും ഒന്നിച്ച് നന്നായി. ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒന്നുകൂടി ഒന്നിക്കാൻ പറ്റി. എന്റെ പഴയ കളിക്കുട്ടിക്കാരെ എനിക്ക് തിരിച്ചു കിട്ടി. അത് തന്നെയാ ഈ പ്രശ്നം കൊണ്ട് നമുക്കുണ്ടായ ലാഭം. നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഞങ്ങളെ കൊണ്ട്. ഉണ്ടായില്ലാന്നോ? ഞങ്ങൾ എത്രയാ മാനേജ്മെന്റിന് കൊടുത്തെന്ന് നിങ്ങൾക്ക് അറിയോ? നഷ്ടങ്ങളുണ്ടായോ? കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളൊക്കെ നല്ലതാ മമ്മി. കുറച്ചൊക്കെ നഷ്ടപ്പെടണ്ടേ? നഷ്ടപ്പെട്ട് ലാസ്റ്റ് കഷ്ടപ്പെടാതിരുന്നാ മതി. കഷ്ടപ്പെടുന്നില്ല ആന്റി, ഈ ഞങ്ങളുടെ തന്നെ വാക്കാ. അത് വൈകി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു വന്നാലും ഈ മമ്മിമാർക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ? മമ്മിമാര് ജീവിക്കുന്നത് തന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയാ. അതുപോലെ ജീവിക്കുന്ന ഒരു അമ്മയല്ലേ പാവം നീലുമ്മ. ആ അമ്മയെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ. അതൊന്നും നിങ്ങളിപ്പോ ചിന്തിക്കണ്ട. അവരുടെ കാര്യം അവർക്ക്, നമ്മുടെ കാര്യം നമുക്ക്. അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഇനി എങ്ങനെ അടുത്ത പണി അവർക്ക് കൊടുക്കാന്ന് ആലോചിക്കേ. എന്നിട്ട് മതി സിമ്പതിയൊക്കെ. അത് കഴിഞ്ഞിട്ട് മതി സിമ്പതിയും മറ്റും മറിച്ചതൊക്കെ. അടുത്ത പണി ഇങ്ങനെ ആലോചിക്കുന്നത് പറയുമ്പോൾ തനി വരല്ലേ. ഒരു പണി ഉണ്ട്. എന്ത് പണിയാ? അതൊക്കെ ഞാൻ പറയാം മമ്മി.